കിളികളായ കിളികളെ കള്ളക്കള്ളം പാടിവാ. ലെറ്റർ ബാങ്കിൽ നിന്നാണ് ജപ്തി നോട്ടീസ് ഉള്ളൂ. അതിന് വാടക വീടല്ലേ. എന്താടാ ഒരു ലെറ്റർ അടി. എവിടെ നിന്നില്ല. ഉണ്ട് കേട്ടോ. ഫ്രം മഹാരാഷ്ട്ര, ബോംബെയിൽ താനേ. നമ്മുടെ വീടിന്റെ അഡ്രസ് കറക്റ്റ് ആണല്ലേ? എന്താ ഒരു ലെറ്റർ അമ്മാ. ലെറ്ററാ? ഓ ലെറ്റർ. ആർക്കെനിക്കാണോ? അത് ഇല്ല, ആർക്കൊന്നില്ല. ആർക്കുന്നില്ലേ? അയ്യേ ഹിന്ദി. ഹിന്ദി അല്ല ഹിന്ദി. ഹിന്ദിയില്ല? എന്താ ഹിന്ദി ലെറ്റർ വന്ന്. ഹിന്ദിയില് ആര് വന്നായിരിക്കോ? ഞാൻ ആർക്കെങ്കിലും നല്ല അഡ്രസ് നമ്മുടെ അഡ്രസ് കറക്റ്റാ. എന്തോ ഇത്? യാദ് ഹേ वो दिन जब हम साथ थे. याद है हाँ याद है. दो दिन वो दिन वोयाണോ വായാണോ? याद है जो अमावास की रात है. हम तो नहीं भूल सकते. ओह താഴേക്കാണ്. आपने भी नहीं भूला ऐसा अनुमान करता हूँ. आप बस इंतजार के कटे दिन, इंतजार की कटी रातें, खटखट में इंतजार में पड़े है हम सिर्फ और सिर्फ तुम्हारा दिलबर. ദിൽബർ विथ लव बालू. अच्छना വിത്ത് ലവ്. വിത്ത് ലവ് ദേണ്ട ബാലു. ബാലു നീലു. നീലു ഇതാരാണ്? ശ്രീകുട്ടൻ. കേശു ശിവ കല്ലു ലച്ചു ഗൗരി. കുടുംബക്കാരുടെ മൊത്തം പേരുണ്ടല്ലോ. ഉണ്ട്. എന്താ സംഭവം? എന്താ അച്ഛനെ വിളിച്ചേ. അച്ഛാ ഒരു ഹിന്ദിയിൽ ഒരു ലെറ്റർ. ഹിന്ദിയില്ലേ? दिनखा थे छल उछल छात है मोटे मोटे अंजर पंजर चौड़ी बांध सकल में इंजन पे बड़बड़ को बनाई मोटे मोटे बड़क बड़कर पों पों करती थी. कभी कभी मन में आता तो गाड़ी में लगाती. 5ാം ക്ലാസ്സിൽ പഠിച്ച ഏതോ പോയോ? ഇത് വേറൊന്നാണ്. याद है वो दिन जब हम साथ थे. ഇത് ആർക്ക് വന്നത്? ആർക്കാന്നറിയില്ല. വന്നേന്നില്ല. അഡ്രസ് ഇതാണ്. പേരില്ല. നമ്മുടെ അഡ്രസ് കറക്റ്റ് ആണ്. നിപ്പൂല മൂലപ്പാടം അച്ഛാ. മൂലപ്പാടം നമ്മുടെ അഡ്രസ് ആ നമ്മുടെ അഡ്രസ് ആർക്ക് വന്നത്? പേരില്ല. ഒരു ഹിന്ദിയിൽ എഴുതിയ ഒരു ലെറ്റർ വന്നേക്കുന്നു. ഫ്രം മഹാരാഷ്ട്ര. താനെ ആർക്ക് വന്നെന്ന് ഇല്ലല്ലേ? ഇല്ല മാമാ, നമ്മുടെ അഡ്രസ് ഉണ്ട് കറക്റ്റ് ആയിട്ട്. ഫ്രം മഹാരാഷ്ട്ര താനെ. ഇതിന്റെ അവസാനം നമ്മുടെ എല്ലാരും പേര് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്. അതാണ് കല്ലുമോളുടെ ഒരു പേരുണ്ട് അതിനകത്ത്. വായിച്ചു കൊടുത്തേ. അല്ല അച്ചോ, ഇതിന്റെ മലയാള അർത്ഥം വേണമെങ്കിൽ ഞാൻ തപ്പി പറക്കി വായിക്കും മക്കളെ. അതായത് ഇതിനകത്ത് പറയണത് അച്ഛാ തെറ്റിക്കില്ലേ? യാദ് ഹേ. അത് തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റേ ഓർമ്മയുണ്ടോ അമാവാസി. മലയാളത്തിൽ അർത്ഥം പറ. അതിന് ഓർമ്മയുണ്ടോ അമാവാസി രാത്രി? അതാണ് ആദ്യം. ഓർമ്മയുണ്ട് അമാവാസി നമ്മൾ നന്നായിട്ട് അടിച്ച. എന്താണ് നിങ്ങൾ? അതാ അന്ന് നമ്മൾ കണ്ട സമയം എന്റെ ഫ്രണ്ട് അല്ലേ ചതുർബോധ ഉപാധ്യായിട്ട് ഞാൻ കണ്ട ദിവസം അവനാണോ? രണ്ടാമത്തെ ലൈൻ അത് മറ്റേ എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛാ അടുത്ത ലൈൻ ഇങ്ങനെയാണ് കേട്ടാ. ഇനി കാത്തിരിപ്പിന്റെ കഠിനമായ ദിനങ്ങളാണ്. ഇതെനിക്കല്ല. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ഇനി കാത്തിരിപ്പിന്റെ രാത്രികളാണ്. ഇന്ത്യക്കാരൊരു പരിചയമില്ലല്ലോ. നീ ഇടയ്ക്ക് ബോംബെയിലൊക്കെ പോയി കറങ്ങിയില്ലേ? കറങ്ങി. പക്ഷേ ഗൗരിയെ കാണുന്നതിന് മുമ്പേ ആണോ ബോംബെ പോയത്? ഇല്ല, എനിക്ക് അവിടെ അങ്ങനെ പരിചയം. ഞാൻ 2 ദിവസം അവിടെ നിന്നിട്ട് 2 ദിവസം അവിടെ നിന്നിട്ട് നെക്സ്റ്റ് ഡേ വിസയുടെ കാര്യമായിട്ട് അവിടെ 2 ദിവസം നിന്നു. നീ ഒരു മണിക്കൂർ നിന്നാ മതി. നീ 1 മണിക്കൂർ ഗൗരി കേക്കണ്ട. നീ 1 മണിക്കൂർ ഗൗരിയുടെ മുമ്പ് നിന്നിട്ട് ഗൗരി കേക്കണ്ടെന്നാ?
അവസാന വരിയിൽ നിന്റെ മാത്രം ഹൃദയത്തിൽ നിന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. വിത്ത് ലവ്. വിത്ത് ലവ്. സത്യം പറ, ഇടയ്ക്ക് ഒരു പാണ്ടി ലോറി എടുത്തോണ്ട് കണ്ടെയ്നർ ലോറി എടുത്തിട്ടുണ്ട് ഹിന്ദി, മഹാരാഷ്ട്ര, ബോംബെ അവിടെയൊക്കെ കറങ്ങി നിങ്ങൾ വന്നത് ഓർമ്മയുണ്ട? ഒരു പഞ്ചാബിയെ പോലെ ഇവിടെ വന്ന് ഇറങ്ങിയായിരുന്നു ഇങ്ങേര് ഒരു ദിവസം. കുട്ടുവേ കുട്ടു വളച്ചൊടിച്ച് ഇങ്ങോട്ട് എന്താ സംഭവം എന്താണെന്ന് പറ. പറ, ഇനി ബാക്കി പറഞ്ഞാ മതി. ഇത്ര നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഡിഗ്രി ആയി, +2 ഡിഗ്രി, ഡിഗ്രി സെക്കൻഡ് ഇയർ, BA മലയാളം. പഴുതാര മീശ, കേശു വലിയ ആളായി, വലിയ ആളായി, പുരുഷനായി. അങ്ങനെ വിചാരം ഉണ്ടോ? അങ്ങനത്തെ വിചാരം നിനക്കുണ്ടാ? ഇല്ല അച്ഛാ, സംഗതി ഹിന്ദിയാണ്, പക്ഷെ ഒരു ഉറുദു ടച്ച് ഉണ്ട്, ഒരു കവിത പോലെ ഫ്ലോയിങ് ആണ്. എന്റെ മോളെ, എനിക്കത് മനസ്സിലായി. കവിതയിലൂടെ ആണല്ലോ പ്രേമങ്ങളും കാര്യങ്ങളും വരുന്നത്. കവിതാത്മകമായ രീതികൾ. അത് എന്റെ മക്കളെ, അയ്യോ എന്റെ പൊന്നു മക്കളെ, എന്റെ तुम्हारे बाप का नाम क्या है? എന്ത്? What's your father's name? ശ്രീക്ക് അറിഞ്ഞൂടെ? എന്താണ് നിനക്ക്? क्या है? എന്തിനറിഞ്ഞിട്ട്? അറിയാലോ. അല്ല, ഹിന്ദിയായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അത് പറയണ്ട. ഹിന്ദിയിലൊരു പാട്ട് പാടിയാണ്. സൗകര്യമില്ല. ഹിന്ദിയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയൂ. പറ്റൂല. ഒരു കണക്ഷനും ഇല്ല. ഇല്ല. ഹിന്ദി അറിയില്ല. ഹിന്ദി രാക്ഷാഭാഷ അറിയാം. ബാലിച്ചേട്ടാ, കളിക്കല്ലേ. അച്ഛാ ചുമ്മാ കളിക്കില്ലട്ടാ. ഞാൻ നേരെ അപ്പൂനെ വിളിച്ചു പറയവേ. എന്റെ പൊന്നു മക്കള്, എന്റെ അപ്പോ സിദ്ധു വിളിച്ചിരുന്നു. പിന്നെ വിളിച്ചോ? 3 നേരം വിളിച്ചു. ഓക്കെ. എന്റെ ചക്കര കുട്ടി. മോയ് ഓയ് കടന്നേരിക്കണ. നന്നായി പോന്നതേ. കളഞ്ഞിതേ പാത്രം കഴുകി വെച്ചു. ഇവിടെ ഇരുന്നപ്പോ ആർക്കും വേണ്ടായിരുന്നു, തണുത്തെന്ന് പറഞ്ഞ ആരും കുടിച്ചില്ല. ഇപ്പൊ അത് ചോദിച്ചു വന്നേക്കാം. കട്ടൻ ചായ കുടിച്ചായിരുന്നെങ്കിൽ ഒരു ഉന്മേഷമൊക്കെ വന്നേനെ. ഇത് നീ അച്ഛനെ പോലെ തുടങ്ങണ എപ്പോഴെപ്പോഴും കട്ടൻ ചായ കുടിക്കണേ? അല്ലമ്മ, ഈ ദിനം പ്രതി ഞാൻ അച്ഛനെ പോലെ വരികയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ശരിയാണ്, ഞാൻ അച്ഛനെ പോലെ വരികയാണ്. അതിൽ നിനക്ക് വലിയ അഭിമാനമാണ് അല്ലേ? എടാ, അച്ഛനെ പോലെ ആയി തൊലഞ്ഞില്ലാതായി പോവല്ലേ? അങ്ങനെ കൊണ്ടേ മടുത്ത്. എന്താണ് പറയണേ? ഒറ്റ വീക്കെന്നാലുണ്ടല്ലോ. ഓ, എനിക്കറിയാം നിനക്ക് അങ്ങേരെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്തോന്ന് ഇഷ്ടം? ജസ്റ്റ് അളിയെ. അയ്യോ, ജസ്റ്റ് അളിയെ. എന്നിട്ടാണ് അളിയന്റെ മുന്നിൽ കിടന്ന് അരിയുണ്ടായ കാര്യം പറഞ്ഞ് കിടന്ന് കാര്യമാണ്. അത് തന്നെ. കുട്ടാമൻ ഗൾഫിലിറങ്ങപ്പോണ്ടല്ലോ മാമി, എല്ലാ ദിവസവും അച്ഛൻ ചോദിക്കുമായിരുന്നു ആ ചെറുക്കൻ എന്തിങ്ങ് വരാത്തേന്ന്. ആണാ? ചോദിക്കുമായിരുന്ന? എന്തിനെന്നറിയാവോ? എന്നെ കാണുമ്പോ കിടന്ന് തെറി വിളിക്കാല്ല, അതിനു വേണ്ടി. തെറി വിളിക്കാൻ. ഹലോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയോ? നിനക്ക് എന്നേക്കാൾ ഇഷ്ടം അളിയന്റെ അടുത്തല്ലേ? എന്തോന്ന്? എന്നേക്കാൾ ഇഷ്ടം അളിയന്റെ അടുത്തല്ലേന്ന്? ഈ സാധാരണ അങ്ങനെ ചോദിക്കാത്താണല്ലോ. അങ്ങനെ ചോദിച്ചൂടാ എന്നൊന്നുമില്ലല്ലോ. പറ. അതെന്തോന്ന് ചോദ്യം? മാമൻ പെട്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരം അറിയണം. പറ മാമാ. പറ. അത് പിന്നെ മക്കളെ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ആർക്ക് ആരെടുത്താണ് ഇഷ്ടം എന്നിപ്പം ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പം നമ്മളിപ്പോ എന്തിനാണ് അങ്ങനെ ഒരാളുടെ അടുത്ത് ഇഷ്ടം എന്ന് പറയണല്ലോ. ഈ പറയുമ്പോ ഈ ഇഷ്ടം. ഹലോ ചേട്ടാ, ഉരുളുണ്ട ഫിലോസഫി പറയാനാണെങ്കിൽ നിന്നേക്കാൾ ഫിലോസഫി പറയാൻ എനിക്കറിയാം. നീ പറയടാ. അത് പിന്നെ ചേച്ചി എന്റെ ഇടം കണ്ണും അളിയന്റെ വലം കണ്ണുമാണ്. അമ്മായി അപ്പം അത് ശരിയാണല്ലോ. അപ്പൊ ഞാനാ പെട്ട് വീണ് ഫ്ലാറ്റ്. ആരും അധികം ബേളം വെക്കണ്ട. വന്ന ലെറ്ററിന്റെ പേരിൽ കടിച്ചു വാങ്ങിയ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അത് പറഞ്ഞപ്പോ എല്ലാരും പരസ്പരം നോക്കണ്ടല്ലോ. എന്തോന്നു? ഗൗരി വാ. വാ. ഞാനായിട്ട് ഇതിനെ കുറയ്ക്കണേ? പാറു വാ. അമ്മ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അയ്യടി, പറയാൻ കാത്തിരുന്നേട്ടാ കറങ്ങാനായിട്ട്. എനിക്കേറെ പണിയില്ലല്ലോ. ആര് പറഞ്ഞ പണിയില്ലാന്ന്? പഠിത്തമൊന്നും പറഞ്ഞിട്ട് ജോലി ഉണ്ടല്ലോ, മറന്നുപോയാ? ഞാനൊന്ന് ചെന്നൈയിലേക്ക് പോയപ്പോഴത്തേക്കും പാറമോളുടെ പഠിത്തമൊക്കെ ഉഴപ്പി തുടങ്ങി കേട്ടോ. ഉണ്ടായിരുന്നപ്പോഴാ? എന്തോടെ ഉണ്ടായിരുന്നപ്പോ പ്രശ്നം? എന്തോടി വീടൊരു തങ്ങ്. मम्मी पाया कहते मुझको जल्दी पर लग जाओ मैं, ऐसे ही प्रयास हो मेरा, जैसे कि वे चलते हैं सच्चे दिल के
मेहनत कर पाऊं जो सब चलते हैं कैसे ज्यादा मेरा जीवन होगा എന്താ അച്ഛാ? वाड़ा ज्यादा मेरी वाणी होगी എന്താ അച്ഛാ? ഏ? അതെ ഏ? ആ കത്തിൽ ഉള്ളടക്കം എന്താന്ന് പറ കത്തിന്റെ അത് നമ്മളന്ന് ഉണ്ടായിരുന്ന അമാവാസി രാത്രി ഓർമ്മയില്ലേ? അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രാത്രിയാണ്. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അമാവാസി രാത്രിക്കോ മുസ്കോ മേരെ പറ്റും അമാവാസി അമാവാസി രാത്രി ഓർമ്മയില്ലേ? ഇനി അങ്ങോട്ട് കഠിനമായ കഠിനമായ കാത്തിരിപ്പിന്റെ നാളുകളാണ്. അമാവാസി രാത് യാദ് കർണ മുസ്കോ ആ, അങ്ങനൊക്കെ തന്നെ. എന്തൊരു ഇത് അങ്ങനെ തള്ളിക്കളയാനുള്ള വിഷയമല്ല. എന്തോന്ന് ഏട്ടാ? എന്തോന്ന് ഒന്നുമില്ല എന്തോന്ന് തള്ളിക്കളയാൻ പറ്റൂലെന്ന്? ഒന്നുമില്ല ഗൗരി പോ. ഓ പോവാം. എന്താ? പോയി അമ്മ വിളിച്ചോട്ട് വാ. ഓ എന്താ നോക്കണേ? ഞാൻ അർത്ഥം വെച്ച് തന്നെ നോക്കിയത്. ബാലുവേ കള്ളം കണ്ടുപിടിക്കാൻ അഗ്രഗണ്യനാണ്. കള്ളം ചെയ്യാനും അഗ്രഹണ്യനാണ്. പല മുഖംമൂടികളും ഇന്ന് അഴിഞ്ഞ് വീഴും. ഇല്ലെങ്കിൽ വീഴ്ത്തും. അച്ഛാ, ഉം. അമ്മ ഉം. അമ്മ എന്താണ് അടുക്കളയിൽ പണിയാനൊന്നും സമ്മതിക്കൂലേ? ഒരുപാട് പണിയുണ്ട് അവിടെ. എന്താ കാര്യം? ഉം. കേശുവിന് പോവാം. ഓക്കെ. എന്താണ് എന്താണ് അതാ ചോദിച്ചാ? എന്താണ് എന്താണ് ആരാണ് എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കണത്? ആരാണ് ആരാണ് ആരാ? അതെ നമ്മൾ മനുഷ്യരാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. വലിയ ജ്ഞാനികളാണ്. പക്ഷേ കേവലം മനുഷ്യരാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, വേറെ വിചാരിക്കരുത്. ബോംബെയിൽ പണ്ട് പോയിട്ടുണ്ടല്ലോ, അമാവാസി രാത്രി സുന്ദർ സിംഗോ ഗർബീർ സിംഗോ ഭഗത് സിംഗോ എവറെ സിംഗിൻ്റെ കാര്യം പറഞ്ഞുണ്ട്. ആരാണ്? എന്താണ് ലെറ്റർ വന്നത്? എന്താണ്? പറ എന്താണെന്ന്. മീശ വലിച്ച് പിഴുതങ്ങനെ ദൂരെ അറിയോട്ടാ. നിന്റെ സംസാരത്തില് എന്താണ് ഇത്ര ഒപ്രാളം? എപ്പോഴാളുണ്ട് അരിയടപ്പത്തിടക്കാണ്. അരി അടപ്പത്ത അരി തിളയ്ക്കുമ്പോഴാണ് നിന്റെ മനസ്സിനെ തിളയ്ക്കുന്നത്. പറയടി, പറ. എന്താണ് 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 പ്രശ്നം? എന്തുവാ? കുഴിപ്പള്ളത്ത് പോണോ? ലച്ചൂര് കുഴിപ്പള്ളത്ത് പോണോ? ഇപ്പൊ കാര്യം മനസ്സിലായി. ഇവിടെ നടക്കണ എന്താന്ന് വെച്ചാ ഞാൻ കണ്ടുപിടിച്ചോളാം. അതിനുമ്പോ ഞാൻ കണ്ടുപിടിക്കും. ആ ഞാനും കണ്ടുപിടിക്കും. ഇത്രയും നാള് എടപാട്ടെ നീ എവിടെ പോണ്? ബോംബെയിൽ. ബോംബെയിലോ? വെട്ടിന് ബോംബെ പോണാ? ഡേ ജോലി പോ. എവിടെ പോവാൻ? നീ അകത്ത് പോ. നീ പോ. ജോലി പോ. പോ, നിങ്ങൾ പോ. പോ. നീ നില്ലടാ. ജോലി പോ. ഗൾഫിൽ നിന്ന് വിസയുടെ ആവശ്യത്തിന് വേണ്ടി നീ ബോംബെ വന്ന കാര്യം എനിക്കറിയാം. അത് ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് നീ ബോംബെ വരാറില്ലടാ. ഇടയ്ക്ക് ബോംബെയിൽ വരാറില്ലേ? വരും. ഇനിയും വരും. വന്നിട്ടുമുണ്ട് പല പ്രാവശ്യം. എന്ത്? കാട്ടുകളാ ഹിന്ദിക്കാമുവാ. ഞാൻ മര്യാദക്ക് ജീവിച്ചോണ്ട് പോവാണ്. എൻ്റെ ജീവിതം വെറുതെ കുട്ടിച്ചോറാക്കല്ലേ. നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. ബോംബെ അധോലോക തീവ്രവാദി കാമുക ഹിന്ദി വാല
ആ, ആ. രാത്തും ഞാൻ ഇവിടെ ശരിയാവൂല. ഞാൻ നീ മുങ്ങും. നീ മുങ്ങും. എടാ അവസരവാദി, നീ സമയം കിട്ടുമ്പോ. എന്താണ് എന്താ പ്രശ്നം? ശിവ, നിനക്ക് ഈ പ്രശ്നം അറിയാന്നുള്ള പ്രായമായിട്ടില്ല, നീ പോ. ആരും പറഞ്ഞു? എനിക്ക് 18 വയസ്സായി. അച്ഛൻ്റെ മനസ്സ് പറയാണ് നിനക്ക് ആ പ്രായമായിട്ടില്ല, നീ പോ. പോ. ബോംബെന്ന് കത്ത്. तड़पाए मुझे तेरे सभी बातें, एक बार ये दीवानी, झूठा ही सही प्यार तो कर. എന്ത് ചിരിച്ചോണ്ടിരിക്കണേ? നിന്റെ ഹിന്ദി പാട്ട് കേട്ടത് എന്നും ഏതാ ലച്ചു? അത് അപ്പൊ ഞാൻ മലയാളം പഠിക്കാൻ നിൽക്കൂലേ? അങ്ങനെയല്ല, നിന്റെ ഹിന്ദി പാട്ട് കേൾക്കാൻ നല്ല രസമാ. ലച്ചു നന്നായിട്ട് ഹിന്ദി സംസാരിക്കും അല്ലേ? അതിപ്പോ മമ്മായി സംസാരിക്കില്ലേ? അത് ഞാൻ ബോംബെയിലായിരുന്നില്ലേ, അപ്പൊ സംസാരിക്കും. മമ്മായി പിന്നെ അവിടെ വർക്ക് ചെയ്തിട്ടാ ഹിന്ദി പറയുന്നെന്ന് പറയാം. ആ സ്ഥലമൊന്നും കാണാൻ പോലും ചെയ്യാത്ത ചേച്ചി എങ്ങനെയാണ് ഈ ഹിന്ദി പറയുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. അത് മാത്രമല്ല, ചേച്ചിക്ക് പണ്ട് തൊട്ടേ ഒരു ഹിന്ദി പ്രേമം ഉണ്ട്. ഏത്? क्या है बे? तेरी प्रॉब्लम क्या है? हैं? ये लड़के है ना पहले से ही ऐसे मुझे पे बहुत शक करते हैं. जो मन में जाती है बोलती जाती है, बोलती जाती है, बोलती जाती है. मैं तेरी बहन हूं ना, कुछ तो शर्म कर, सुधर जा. तू पागल हो गया है क्या? क्या समझ में नहीं आई क्या? नहीं. അരെ ചുപ്പ് ചപ്പ് പോണെന്ന്. ഞാൻ പറഞ്ഞത് ഹിന്ദിക്കാരനെ പ്രേമിച്ചു എന്നല്ല, ഹിന്ദി ഭാഷയോടൊരു പ്രേമമുണ്ട് എന്നാണ്. ആ പെഹലെ അർത്ഥം സംജാവോനാ. अर्थ समझावने हिंदी അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി കാണുക പാട്ടാ. എന്റെ പൊന്നു ലച്ചു, നീ എന്തിനിങ്ങനെ വയലന്റ് ആവണേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അബദ്ധങ്ങളൊക്കെ പറ്റും. പക്ഷെ ഈ ചെയ്യണ അബദ്ധങ്ങളെ പിന്നീടാണ് നമ്മളെ വേട്ടയാടുന്നത്. ഇതൊക്കെ സ്വാഭാവികം അല്ലേ? അത്രേ ഉള്ളൂ, സിമ്പിൾ. എന്റെ പൊന്നു മമ്മായി തമാശക്ക് പോലെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അതേ ഇവരെ പേടിച്ചിട്ടാണ്. മമ്മായി പറയണ കഥയൊന്നും ആയിരിക്കില്ല അവരകത്ത് പോയി പറയണം, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നെ കൊണ്ട് വയ്യ, ഇവളെ കൊണ്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ദേ ഇവൻ യേശു, ഇവനാണ് എല്ലാത്തിനും കാരണം ഉണ്ടാക്കണേ. എനിക്ക് പറയാൻ കുറെ കഥയുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. തൽക്കാലം ആരും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ആദ്യ കളത്തരം കാണിച്ചാലും ഒരു ദിവസം സംഗതി വെളിയെ വരും. എന്നാണെങ്കിലും സത്യം പുറത്തറിയും. എന്താ നോയിക്കൊണ്ടിരിക്കണ എന്നെ തന്നെ? എടാ ഞാൻ ഇങ്ങനെ നോക്കണേ, നീ എന്തിനാ അസ്വസ്ഥനാണ്? ഇങ്ങനെ നോയി കഴിഞ്ഞാൽ ആരായാലും പതറിപ്പോവും കേട്ടോ, കളിക്കല്ലേ. എന്ത് നാലാള് കൂടിയ ഈ കത്തിന്റെ കാര്യമല്ലോ ചർച്ച ചെയ്യാനായിട്ട്. ആരോ എവിടെ നിന്നോ ആർക്കോ എഴുതി ഒരു ഉമ്മക്കത്ത്. അത് ഇത്ര ചർച്ചയാക്കേണ്ട ആവശ്യം എന്താന്നാ നീലുമ്മയ്ക്ക്? എന്താണ് നീലുമ്മയ്ക്ക്? അവന്റെ വായല്ല. ആ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇനിയിപ്പോ ചിലപ്പോ ഈ പരിപാടി മൊത്തം കാണിച്ച് നമ്മുടെ ഭാസ്യങ്ങളായിരിക്കും. അമ്മാ ആ പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പോഴും ഇതുപോലത്തെ മൂന്നാംകട തട്ടിപ്പ് പരിപാടി കാണിക്കാനായിട്ട് ഒരൊറ്റ ആൾക്കേ തൊലിക്കെട്ടിയുള്ളൂ, അത് ഭാസ്യങ്ങളാണ്. സാധ്യത കുറവാണെന്നേ. ഒന്നാമത് ഹിന്ദി, മുംബൈ, അത്രയും സ്റ്റാൻഡേർഡായിട്ട് കത്തെഴുതാനൊന്നും ബാസറിനെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ചേച്ചി, ഈ കത്തിന്റെ അവസാനം കുറെ നമ്മളെല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ തീരെ മെച്ചൂരിറ്റി ഇല്ലാത്ത ആരോ ആണ് ഈ കത്ത് എഴുതിയേക്കണം. ഈ കേശുവിന്റെ പ്രായത്തിലുള്ള ആരോ. കേശുവിനെ ഹിന്ദിയൊന്നും അറിയില്ല അത്രയും നന്നായിട്ട്. കേശുവിന് അറിഞ്ഞൂടാ, പക്ഷെ അറിയണം കേശുവിന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും ആവാമല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. കറങ്ങി തിരിഞ്ഞെല്ലാം കൂടെ എന്റെ മണ്ടയ്ക്ക് വേണ്ടിയെന്ന് എനിക്കറിയാം. ഞാനേ ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. എടാ 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 നിന്നേ, ഒരു സംശയം പറയരുത്. നീ എന്തിനാ ഒന്ന് ചാടണേ? സംശയം നിന്നെ തന്നെ. അതിനിപ്പോ എന്ത് കുഴപ്പം? ഞാൻ ഉണ്ടല്ലോ. വേണ്ട. എന്തോന്ന് ഇത് വെച്ചു? പോയില്ലേ, ഇവരൊക്കെ ഇത്രയും മതി. എന്താ അമ്മ ഇങ്ങനെ നോക്കണേ? ഇവിടെ ഒന്നുമില്ലടേ, വെറുതെ നോക്കിയാണ്. ഇവിടെ ഇപ്പൊ ആരും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഈ ഊമക്കത്തൊക്കെ ഒരുമാതിരി ചീപ്പ് പരിപാടിയാണ്. അതൊക്കെ ആരെങ്കിലും മൈൻഡ് ആക്കൂ. പക്ഷെ ആർക്ക് ആരെഴുതി, അതാണ് പ്രശ്നം. ഒരു കാര്യം ചോദിക്കട്ടോ? ചോദിക്കേ. നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ ബോംബെയില്? അമ്മായി വേണ്ട കേട്ടാ, എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഊമക്കത്ത് എഴുതൂല. അവരൊന്നും അറയ്ക്കും, കാരണം അവർക്ക് അറിയാം ഞാൻ ആരുടെ മോളാന്നുള്ളത്. എടാ ഞാൻ വെറുതെ വേറെ മൈൻഡിലൊന്നും ചോദിച്ചല്ല. അല്ല, അമ്മായി ബോംബെയിൽ ഒരു 2-3 മാസം ഏതൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തല്ലേ? വർക്ക് ചെയ്തു. അവിടെ നീ കുറെ ഫ്രണ്ട്സും ഉണ്ട്. അതിനിപ്പോ എന്താ, ഒറ്റ എണ്ണം അറിയാലോ, എഴുതൂല.
എന്തോന്നു അമ്മ? നീ പോ. ഓരോരുത്തർ വിളിക്കുമ്പോ വരാനും പറയുമ്പോ പോകാനും ഞാൻ എന്തോ ടാക്സിയാ. മകളിപ്പോ പോ. പോണു. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ അവിടെ നില്ല്. നിന്നെ ഞാൻ പ്രത്യേകമായിട്ടൊന്ന് കാണുന്നുണ്ട്. കാണുന്നുണ്ട്? എന്നാ എനിക്കും മാമനെ പ്രത്യേകിച്ച് ഒന്ന് കാണാനുണ്ട്. ശരിയാക്കി തരാം കേട്ടാ. എന്തിങ്ങനെ നോക്കണ ശ്രീ? എന്തിങ്ങനെ നോക്കണ? എന്താ നോക്കണ? താനല്ലേ എന്നെ നോക്കണേ? ഇയാളല്ലേ എന്നെ നോക്കണ? ഗൗരി, ആ, ഗൗരവത്തിലെടുക്കാതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അനുവിന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കും. നിങ്ങൾ 2-3 തവണ ഗൾഫിൽ നിന്ന് ബോംബെ വന്നല്ല, എന്തായിരുന്നു? ഗൗരി, വേണ്ട വേണ്ട. അതെന്താ, എനിക്കൊന്ന് ചോദിച്ചുകൂടി? ചോദിക്കാം, പക്ഷെ ചോദിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു മര്യാദയുണ്ട്. ഒരു ഊമക്കത്തിന്റെ പേരിൽ ഇങ്ങനെ സംശയിക്കുന്നത് തീരെ ശരിയല്ല. അത് നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. എന്തോന്ന് വീണ്ടും വീണ്ടും ചോദിക്കണ? ഒന്നും ചോദിച്ചില്ലല്ലോ ഇനി. അല്ല, എന്താണ് ഒരു കശപിശ? കള്ളത്തരങ്ങളൊക്കെ കൈവട പിടിച്ച എന്ത് കശപിശ? കശപിശ ഉണ്ടാവായിരുന്ന കൊള്ളാം. ഇവിടെ ഒരു കശപിശയല്ല. എനിക്ക് എന്റെ ചേച്ചിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് കാര്യമാണ് ചോദിച്ചറിയാനുള്ളത്? തെറ്റാര് ചെയ്തിരുന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ്. അതിന് മാപ്പൊന്നുമില്ല. അതറിഞ്ഞിട്ട് വേണം എൻ്റെ ചേച്ചിയും പിള്ളേരെയും കൂടെ എനിക്ക് പടവലത്തോട്ട് വിളിച്ചോണ്ട് പോകാൻ. ഒരുമാതിരി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചു നിന്റെ. എടാ, സത്യം മറന്ന് ബാലു ഇതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഏകപത്നി വ്രതക്കാരനാണ് ഞാൻ, ശ്രീരാമചന്ദ്രൻ. ഇവിടെ ജോലി ചിരിക്കണേ? നീ പോ, നീ പോ. പോവാൻ പറയില്ലേ? ഗൗരി, പോ പോ. ഗൗരി വാ. വരും വരും. അവള് വന്നു. എന്താ ഏട്ടാ? ഓ, വന്നാ? വന്ന്. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചേട്ടൻ്റെ അടുത്ത്. എന്താണ് അവൾ അങ്ങനെ പറഞ്ഞ? എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ? നിനക്കറിയാടാ, നിനക്കെല്ലാം അറിയാം. നിന്നെ അറിയണ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിന്റെ മനസ്സറിയണം. ശ്രീകുട്ട, നിന്നെ ഞാൻ പുകച്ച് പുറത്ത് കാണിക്കും, നോക്കും. ശ്രീകുട്ടന്റെ മനസ്സേ, ശ്രീകുട്ടന്റെ മനസ്സ് ശുദ്ധമാണ്, പരമശുദ്ധം. പരമ അശുദ്ധൻ. നീ അശുദ്ധനാടാ, നീ അശുദ്ധൻ. നീ പോ. എനിക്ക് അസംബന്ധം കേട്ട് നിൽക്കാൻ പറ്റൂല. നീ ശ്രീകുട്ടനല്ല, നീ സ്ത്രീകുട്ടനാണ്. സ്ത്രീകുട്ടൻ. എടാ സ്ത്രീ കുട്ട, നിങ്ങളാണ് സ്ത്രീ, നിങ്ങളാണ് സ്ത്രീ ബാലു. എന്റെ ചേച്ചിയുടെ സാരിത്തുമ്പ് കെട്ടി തൂങ്ങിയാണെന്ന് നിങ്ങളാണ് സ്ത്രീ ബാലു, സ്ത്രീ ലംബടൻ. ഈ ലോകത്ത് അറിയാം. എടാ എടാ, അതെ, ഞാൻ നിന്റെ സഹോദരിയുടെ സാരിത്തുമ്പിൽ കെട്ടി ജീവിക്കണമെങ്കിൽ കുടുംബം കൊണ്ടുപോകാൻ വേണ്ടിയാണടാ. കുടുംബം നേരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ അവളെ സാരി തുമ്പിൽ കെട്ടിടുമ്പോൾ അഭിനയിക്കണത്. ഞാൻ അഭിനയിക്കുകയാണ്, അല്ലാതെ ബാലു സ്ത്രീ സ്ത്രീ സ്ത്രീ. ഓഹോ, അപ്പൊ അവളെ സാരി തുമ്പിലാണ് ഞാൻ കിടക്കണമെന്ന് എല്ലാവർക്കും അറിയാല്ലേ?